എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീമതി സോയ കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയുന്നത് കള്ളത്തരമാണ്, ആത്മവഞ്ചനയാണ്. അറ്റ്ലീസ്റ്റ് രണ്ടിടത്തെങ്കിലും, ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് തൃശ്ശൂർ, ഈ രണ്ടിടത്തും ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് സാധാരണ എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതാണ്. പിന്നെ നമ്മളെന്തിനാണ് കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്? അതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് BJPയുടെ വോട്ട് ഷെയർ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്, കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷേ അത് സീറ്റായി മാറുമോ അതൊക്കെ നമുക്ക് പിന്നീട് കണ്ടറിയാം. അല്ലെങ്കിൽ ജൂൺ 4-ാം തീയതി നമുക്ക് വോട്ട് എണ്ണുമ്പോൾ നമുക്കത് കാണാം. അതിനെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, അത്തരം വിഷയങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അത് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. UDFും LDF, പ്രധാനമായും UDFും LDFും തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിന് പുറത്ത് എല്ലാവരും കളിയാക്കി പറയുന്നുണ്ട്, വാളയാർ ചുരം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൈയും പൊക്കി നിൽക്കുകയാണെന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണി സംവിധാനത്തിലാണ് നേരിടുന്നത്. അപ്പോഴാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു സ്റ്റാൾവേർട്ട് ആയിട്ടുള്ള ഒരു നേതാവ് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ഒരു ഘടകകക്ഷിയുടെ വനിതാ നേതാവിനെതിരെ വയനാട്ടിൽ നേരിടുന്നു. അപ്പോൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതാണ് ഇതിനകത്ത് വൈരുദ്ധ്യം ഉണ്ടാവും, ഇത് നാഷണൽ ലെവലിൽ ഇത് ചർച്ച വരും. ഈ വയനാട്ടിലെ വിഷയത്തിൽ അവിടെ കൊടികൾ മാറ്റി, എല്ലാ പാർട്ടികളുടെ കൊടികൾ, കോൺഗ്രസ് കൊടികൾ, മുസ്ലിം ലീഗിന്റെ കൊടികൾ, ഇതെല്ലാം മാറ്റി സുരക്ഷിതമാക്കാൻ ബുദ്ധി കാണിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വയനാട് മണ്ഡലം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിയർ പ്രഷറാണ്. അതായത് അദ്ദേഹത്തിന്റെ ഉപദേശക സംഘത്തിലുള്ള ശ്രീ KC വേണുഗോപാൽ, കേരളത്തിലെ പാർട്ടി, അവർക്ക് അന്ധമായ രാഷ്ട്രീയ വിരോധം മാത്രം കൈമുതലായിട്ടുള്ള ആളുകളാണ്. അവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല, കേരളത്തിൽ ഇടതുപക്ഷം വരാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു 7 വർഷം ഭരണം നഷ്ടപ്പെട്ടപ്പോഴേക്കും അവർ ആകെപ്പാടെ അങ്കലാപ്പിലായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എങ്ങനെയെങ്കിലും ഈ പാർലമെന്റിലെങ്കിലും ഇവരെ ഒന്ന് പിന്നിലേക്ക് ആക്കിക്കൊണ്ട്, പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. നമ്മൾ ചിലപ്പോൾ ഭവ്യത കൊണ്ട് പറയുമായിരിക്കും, ഒരു സീറ്റിൽ കൂടുതൽ കിട്ടിയാൽ തന്നെ അത് ലാഭമാണെന്നൊക്കെ പറയുന്നത് പോലെ. അങ്ങനെയൊന്നും ഞാൻ അത്ര വലിയ തെരഞ്ഞെടുത്ത് അയച്ചിട്ടും എന്താണ് കാര്യം? ആത്യന്തികമായി നിങ്ങൾ അവിടെ പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ കൈപ്പൊക്കുന്നത് എല്ലാ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. രാഹുൽ ഗാന്ധിയെ ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യ മുന്നണി എന്നും ഉയർത്തി കാണിക്കുന്നില്ല. ഇല്ല, അല്ലാതെ പ്രാദേശിക പാർട്ടിയുടെ നേതാക്കന്മാർ ആരെങ്കിലും ആയിരിക്കും വരാനാണ് സാധ്യത കൂടുതൽ. ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രിയായിട്ട് അവർ പോലും പറയുന്നില്ല. അതാണ് സാഹചര്യം. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈവെക്കണമെന്ന ഒരു വിഷയം വരുന്നില്ല. ഇതിനകത്ത് ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ടാണ് സാധാരണഗതിയിൽ CPM ചെയ്യുന്നത്. ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്തും 60 സീറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇടതുപക്ഷം എസ്പെഷ്യലി വിശിഷ്യ CPM പുറകിൽ നിന്ന് പിന്തുണച്ചിട്ട് മാത്രമേ ഉള്ളൂ, പിന്നിൽ നിന്ന് പിന്തുണച്ചിട്ട് മാത്രമേ ഉള്ളൂ. അവിടെ ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇഷ്യൂ ബേസ്ഡ്, അതല്ലാതെ മൊത്തത്തിൽ ബ്ലൈൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ പരസ്പരം പോരടിക്കുന്നു. പക്ഷേ കേരളം വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഭായ് ഭായ് ആണ്. ആ യാഥാർത്ഥ്യം കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിയുന്നു.